ശരി, കുരിശുമലയിൽ നിന്ന് വിളിക്കുന്ന ജയന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ചേട്ടാ, അത് നമുക്ക് ലൈവ് കൊടുക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ലൈവിലാണ് പോകുന്നത് ശ്രീ ജയൻ. ആദ്യമായിട്ടാണോ താങ്കൾ പൊതുവേദിയിൽ വിളിക്കുന്നത്? ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഷാഫി പറമ്പിലിന്റെ അദ്ദേഹത്തിന്റെ തലയിലടിച്ചു എന്നല്ലേ പറഞ്ഞത്? ഹലോ, കേൾക്കാമോ? കേൾക്കാൻ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു, തുടർച്ചയായി പറഞ്ഞു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് തലയിലടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് എങ്ങനെയാണ് സാർ ചോര വന്നത്? ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി താങ്കൾ ഒരു ഉപകാരം ചെയ്താൽ മതി. ഒരു വലിയ ചുറ്റിയലോ ഏതെങ്കിലും വലിയ തടിയോ വല്ലോ എടുത്തിട്ട് താങ്കളുടെ തലയിൽ തന്നെ ഒരു ആഞ്ഞൊരു അടി അടിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും തലക്കടിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ ഇല്ലയോ എന്ന്. അതായിരിക്കും ഏറ്റവും. ഇനിയുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ പിണറായിയുടെ അടിമകളുടെ അന്തം കമ്മികളുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോ വെറുതെ ചുമ്മാ ട്രോളാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതൊന്നല്ല. ഇത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമത്തില് നടന്ന ഒരു പരിപാടിയില്, ഈ പൊതുജനങ്ങൾ വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം പറയുന്ന ഒരു പരിപാടിയില് ഇത്തരത്തിലൊരു അന്തം കമ്മി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് തലയിൽ അടിച്ചു എന്നാണല്ലോ പറയുന്നത്, തലയിൽ അടിച്ചാൽ എങ്ങനെയാണ് മൂക്കിലോട്ട് ചോര വരുന്നത് എന്നുള്ളതാണ്. അപ്പോ അന്തം കമ്മികളുടെ അവസ്ഥ ഇത്ര ദയനീയമാണ്. ആ ദയനീയ അവസ്ഥയിൽ നമ്മളിപ്പോ എന്ത് കാര്യം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ തൂറിയിട്ട് ആ തീട്ടം ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു കൊടുത്താലേ അത് നക്കിയിട്ട് ഈ അന്തംകമ്മികൾ പറയും നല്ല രസകരമായ ഭക്ഷണം എന്നേറ്റങ്ങൾ പറയും. അതാണ് ഈ അന്തംകമ്മികളുടെ ഒരു അവസ്ഥ. ഇത്രമാത്രം നമ്മുടെ കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല കേട്ടാ, ഇത് നിരന്തരമായ എല്ലാ അന്തംകമ്മികളുടെയും ഈ പിണറായിയുടെ അടിമകളുടെയും കാര്യം ഇതാണ്. ഇത് തന്നെയാണ് ഇവരുടെ കാര്യം. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ആ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഈ അന്തംകമ്മി അടിമകളും ഈ അടിമകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും, അതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഓക്കെ, അടിമകൾക്ക് ബുദ്ധിയില്ലാതെ ഇറ്റങ്ങൾ വളർത്തിയിട്ട് ഈ അടിമകളായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണെന്ന് കരുതാം. എന്നാൽ ഈ അടിമകളെ നേതൃത്വം കൊടുക്കുന്ന കുറെ ഉണ്ടല്ലോ, ഈ VK സനോജ്, വസീഫ്, അങ്ങനെ തുടങ്ങി കുറെ അലവലാദികളുണ്ട്, ഒരു ക്രിമിനൽ സംഘങ്ങൾ. അവരുടെ ന്യായീകരണം കേൾക്കുമ്പോഴാണ് ഇന്നിപ്പോ സനോജ് പറഞ്ഞത്, ഇവരൊക്കെ പറയുന്നത് ഇത് ഷാഫി മഷി എടുത്തിട്ട് പോയിട്ട് അത് ഒഴിച്ചതാണ് എന്നാണ്. എന്നാലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഷാഫി പറമ്പിലിനെ ചികിത്സിച്ചിരിക്കുന്നത്, ഷാഫി പറമ്പിലിന്റെ ഈ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ്. ആ സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത്, ഞാനതിന് പേര് പറയാതിരിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയും എന്ത്, നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടാണെന്ന്. അല്ല, എനിക്കറിയാം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ആ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. ആ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് അവരൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹി വാസ് ഫൗണ്ട് ടു ഹാവ് ഫ്രാക്ചർ ഓഫ് ദ ലെഫ്റ്റ് നാസൽ ബോൺ വിത്ത് ഡിസ്പ്ലേസ്മെന്റ്, ഫ്രാക്ചർ ഓഫ് ദ റൈറ്റ് നാസൽ ബോൺ ആൻഡ് ബ്ലോക്കിംഗ്. ഞാനത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് വായിച്ചത്. CT സ്കാൻ എടുത്തിട്ട് അവർക്ക് മനസ്സിലായ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ത്, റൈറ്റും ലെഫ്റ്റും മനസ്സിലായില്ലേ? മൂക്കിൻ്റെ ഇടതുവശത്തും വലതുവശവും ഫ്രാക്ചർ ഉണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന ലെഫ്റ്റ് ഇടതുവശത്ത് അത് ഡിസ്പ്ലേസ് ആയിട്ടുണ്ട് എല്ല്, അതുകൊണ്ട് തന്നെ അത് ബ്ലോക്കായി കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ സംഘം, ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചിട്ട് ഇത് അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ ഇത്തരത്തിൽ ഫ്രാക്ചറുകളുണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അവിടെ ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ ഇത്ര വിദഗ്ധമായ ഒരു സംഘം പറയുമ്പോൾ, എന്നിട്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അത് മഷിയാണ്, അത് മഷി മാത്രമാണ്, മഷിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഉളുപ്പില്ലാത്ത നാണം കെട്ട നെറികെട്ട വർഗങ്ങൾ. എനിക്ക് മനസ്സിലാവാത്തത്, ഓക്കെ, ഇവര് പറയുന്നതൊക്കെ ഇവരുടെ അടിമകളൊക്കെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്.
അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഞാനിപ്പോ ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അത് നമ്മൾ പലപ്പോഴും ഈ അടിമകൾ പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പിണറായിയുടെ അടിമകൾ പറയുന്നത്, ഈ പറയുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, ഈ 8 മുക്കാലിക്ക് പറ്റാത്ത സൈസ് എണ്ണങ്ങള്, ഐറ്റങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാവാത്ത കുറെ എണ്ണം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ആളുകളും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രേക്ഷകർ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം കാര്യം, അപ്പൊ നിങ്ങൾക്കെല്ലാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ആരെന്ത് പറയുമ്പോഴും അവിടെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് കഴിയാത്ത ഒരു വിഭാഗം നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അത് നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് വാസ്തവപരമായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈവ് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിഞ്ഞ് അത് ഉറപ്പാക്കിയ ശേഷം ഒരു വിഡ്ഢി ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണെങ്കിലും ആ മാധ്യമ പ്രവർത്തകന്റെ മറുപടി, എന്താണെങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ അവിടെ ഒരു എന്താ പറയണ്ട മറുപടി പറയാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അയാൾ കറക്റ്റ് മറുപടി പറഞ്ഞു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. സോറി, നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും. ആ മനസ്സിലേക്ക് വരുമ്പോഴേ ഈ കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പറ്റം അടിമകൾ പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. വിടുപണി ചെയ്യുക എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഒരുമാതിരി അടിമത്വം. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ തൂറിയിട്ട് തീട്ടം കൊണ്ടുവന്ന് കൊടുത്താലും അത് നക്കിയിട്ട് നല്ല രുചികരമായ ഭക്ഷണമാണെന്ന് ഇവറ്റകൾ പറയും. അത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്കിതിൽ വലിയ അതിശോക്തിയൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ ഇത് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചു, അത് പൊട്ടിയത് തന്നെയാണ്, അവിടെ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അതിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരുവിധ അതിശോക്തിയുമില്ല. ഇത് ഇവര് മഷിയാണെന്ന് പറയുന്ന കാര്യങ്ങളിൽ അതെന്താ കാരണം എന്നറിയാമോ? ഇപ്പോ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2 വർഷം മുഴുവൻ അടുക്കാറായി. ഈ 2 വർഷമായിട്ടും വടകരയില് ശൈല ടീച്ചർ തോറ്റു എന്ന് മാത്രം ഇതുവരെ ഇവര് സമ്മതിച്ചിട്ടില്ല. എന്തിനധികം പറയുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി നിയമസഭയിൽ പറയുന്നത് കേട്ടില്ലേ? അപ്പൊ ആ ശിവൻകുട്ടി മുണ്ട് മടക്കി കുത്തിയ ഒരു കവലച്ചട്ടമ്മയെ പോലെ നിയമസഭ തല്ലി തകർത്തിട്ട് ഞാനത് ചെയ്തിട്ടില്ല. ഇതാണ് ലൈന്, ഇതാണ് ഇവരുടെ ഒരു രീതി. പിന്നെ അതിനിടയിൽ നമ്മൾ ഇവരെ മനസ്സിലാക്കിപ്പിക്കാനൊക്കെ നടന്നു കഴിഞ്ഞാല് നമ്മുടെ ശ്രമം വെറുതെ ആവുമെന്നല്ലാതെ ഇത് ഫലം കാണൂല, അത് മനസ്സിലാവൂല. അതൊരു അന്തംകമ്മികൾ അങ്ങനെയാണ്, പിണറായിയുടെ അടിമകൾ അങ്ങനെയാണ്. രാജാവ് ഇപ്പൊ നിങ്ങൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പുറത്തു വരുന്ന വാർത്തകളും നിങ്ങളെല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമാണല്ലോ. അപ്പോ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ നമ്മുടെ സമയം പാഴാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇതൊക്കെ പറയാതെ പോയിക്കഴിഞ്ഞാല് ചില ആളുകളൊക്കെ ചിലതൊക്കെ അറിയാതെയും ചിലതൊക്കെ തെറ്റിദ്ധാരണകൾ മൂലവും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ചിലതൊക്കെ അറിഞ്ഞിട്ടും അതല്ല, ഈ പറയുന്ന തമ്പ്രാൻ ഇരട്ടച്ചങ്കൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് അതും വിഴുങ്ങി വെള്ളം തൊടാതെ വിഴുങ്ങി നടക്കുന്ന കുറെ മന്ദബുദ്ധികൾ. അതല്ലാതെ എന്താ പറയുക ഇതിനൊക്കെ? നിരന്തരമായിട്ട് ഇവരുടെ ഓരോ യുവജന സംഘടനയിൽ പെടുന്ന ഓരോരുത്തരിങ്ങനെ മാറി 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 അരമണിക്കൂർ ഇടപെട്ട് നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകുന്നേരം ഒന്ന് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇവർ ഓരോരുത്തർ മാറി മാറി വന്ന് എല്ലാം അത് മഷിയാന്ന് പറയാണ്. ഡോക്ടർമാര് എത്രയൊക്കെ പരിശോധിച്ച് സർജറി കഴിഞ്ഞു അവർ കണ്ടെത്തിയ സ്കാനിങ്ങിലൂടെ അവിടെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തിയാലും മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കിയാലും ഞങ്ങൾ സമ്മതിക്കൂല. ഇവിടെയും വളരെ വിരോധാഭാസമായ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന അടിമകൾക്ക് ബുദ്ധി എന്നാണ് ഉണ്ടാവുക, അവരുടെ ബുദ്ധി ഉദിക്കുക എന്നാണ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ചോദ്യം. കാരണം ഈ അന്തംകമ്മികൾ, ബുദ്ധിയില്ലാത്ത ഈ അടിമകളോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അതൊന്നും ഇല്ലാത്ത ഈ അന്തംകമ്മികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? കാരണം ബുദ്ധിയുള്ളവനോടല്ലേ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. ഇത് അതില്ലാത്തവനോട് എന്ത് പറഞ്ഞു കൊടുക്കും? ഇപ്പോഴും ഷാഫി ഷോയാണ്, ഷാഫി ഈ പറയുന്ന തരത്തില് മഷി ഒഴിച്ചതാണ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. എന്നാലോ വർഷങ്ങൾ
നീണ്ട പഠനത്തിനൊടുവിൽ ബിരുദമെടുത്ത് പരീക്ഷ എഴുതി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ പറയുന്നു ഇല്ല, അവിടെ പൊട്ടലുണ്ട്, അവിടുന്ന് രക്തം വന്നിട്ടുണ്ട്, അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ലൊക്കേഷൻ മാറിയിട്ടുണ്ട് എന്നൊക്കെ, ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. മഷിയാണ് എന്നുള്ളത് അതിൽ നിന്ന് അങ്ങോട്ട് മാറി പിടിക്കുന്നില്ല. ഏതുപോലെ നമ്മുടെ ടീച്ചർ തോറ്റത് ഇന്നേ വരെ സമ്മതിക്കാൻ കഴിയാത്തതുപോലെ, അത് ഇവരെ ഇന്നും വല്ലാതെ അലട്ടുന്നത് പോലെ, ഇപ്പോഴും ഷാഫിക്കെതിരെ നടത്തിയിരിക്കുന്ന അക്രമം, ഷാഫിക്കെതിരെ നടത്തിയിരിക്കുന്ന ഈ അക്രമത്തെ നിരന്തരമായി ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിപ്പോൾ നമ്മൾ CT സ്കാൻ അല്ല, എക്സ്റേ അല്ല, അതിനപ്പുറത്തേക്ക് വല്ലതുണ്ടെങ്കിലും ഇനി പരിശോധിച്ച ഡോക്ടർമാരുടെ ബൈറ്റോ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്താലും വീണ്ടും ന്യായീകരിക്കും, വീണ്ടും പറയും അത് മഷിയാണ് എന്ന്.